ഹായ് വീവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഞ്ചോ കേക്കാണ്. വെനില കേക്കും ചോക്ലേറ്റ് കേക്കും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ച് പാടുണ്ട് ഇത് തയ്യാറാക്കാൻ, എങ്കിലും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഓവനൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരേ സൈസിലുള്ള 2 പാത്രം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ആദ്യം ഒന്ന് ബേക്ക് ചെയ്ത ശേഷമാണ് ഞാൻ അടുത്തത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സൈസിലുള്ള പാത്രമുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇത് ബീറ്റ് ചെയ്യലൊക്കെ നടത്താം. പക്ഷെ ഞാനിപ്പോൾ ആദ്യം വെനില കേക്ക് തയ്യാറാക്കി എടുക്കുകയാണ്. ഇതിനു വേണ്ടി ഞാനൊരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് സീവ് ചെയ്യണം. അതിനു മുമ്പ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇത് 4 മുട്ട വെച്ചിട്ടാണ് ഈ മൊത്തം കേക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വെനില കേക്കിന് 2 മുട്ടയും ചോക്ലേറ്റ് കേക്കിന് 2 മുട്ടയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വലിയ തരിട്ടുള്ള പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾ പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നുകൂടി ഒരു 2 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഒരു സോസ് പാനിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ സോസ് പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക. ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് അടിഭാഗത്ത് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗം ഡാർക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നമുക്കൊരു അടപ്പ് വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്താലും മതി. ഇനി ഒരു 30-40 മിനിറ്റ് വരെ ഇത് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി വീണ്ടും 2 മുട്ട എടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വട്ടം എൻ്റെ കയ്യിൽ കുറച്ച് തരിയായിട്ട് കൂടുതൽ കട്ടയായിട്ടുള്ളൊരു പഞ്ചസാരയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം.
നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരുമിച്ച് ബീറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മളിത് ഒരുപാട് സമയം പിന്നെ 40 മിനിറ്റോളം വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 വട്ടമായിട്ട് ചെയ്തത്. അപ്പോൾ ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/4 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ആസ്വദിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വെനില കേക്ക് ഒന്ന് കുക്കായി വരണോ നോക്കാം. നമ്മുടെ കേക്ക് കുക്കായോ നോക്കാം. 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ടൂത്ത് പിക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ചൂടാറിയ ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം. ചൂടോടുകൂടി എടുക്കുന്ന സമയത്ത് ഇതിൽ ചിലപ്പോൾ കേക്കൊന്ന് ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വരെ മാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ സൈഡ് ഒരു നൈഫ് വെച്ചൊന്ന് തട്ടി കൊടുത്ത ശേഷം നമുക്ക് കേക്ക് ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം. ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ കാറ്റത്ത് വെച്ചതാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടി കരിഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് പാകമാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്ത് മറ്റേ ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അടിയിൽ ഒരു തട്ട് വെച്ച ശേഷമാണ് ഈ സോസ് പാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ വശത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടിഭാഗത്ത് മാത്രം ചുറ്റിച്ചാൽ മതി, സൈഡിലൊന്നും വേണമെന്നില്ല. ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 30-40 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ സോസ് പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറി വരട്ടെ. എന്നതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 കേക്കും ഞാൻ ചൂടാറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ലെയറായിട്ട് കട്ട് ചെയ്യണം. ആദ്യം വെനില ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ചോക്ലേറ്റ് കൂടി ഇതുപോലെ 2 പാർട്ടാക്കി വെക്കുക. ഒരേ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ചോക്ലേറ്റ് കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ ലെവലിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇവിടെ വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം വിപ്പിംഗ് പൗഡറാണ് ഞാൻ ഇത് ക്രീമാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗം നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് ഇടാം. വിപ്പിംഗ് പൗഡർ വെച്ച് ക്രീം തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിലും
ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും ചോക്ലേറ്റ് കേക്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. സെർച്ച് ചെയ്യുക. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ക്രീം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോക്ലേറ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഷുഗർ സിറപ്പാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് എത്തട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരും. കേക്ക് നല്ല സോഫ്റ്റായാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫുള്ള് ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ക്രീം വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ചോക്ലേറ്റ് ക്രീം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെനില കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വെറ്റാക്കി കൊടുക്കാം ഷുഗർ സിറപ്പ് വെച്ചിട്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് എത്തി വരട്ടെ. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വൈറ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചോക്ലേറ്റ് ക്രീമല്ല. വെനില കേക്കിൻ്റെ മുകളിൽ വൈറ്റ് ക്രീമും ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ക്രീമുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് കവർ ചെയ്യാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ചോക്ലേറ്റ് ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് ക്രീം മുഴുവനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് വെനില കേക്ക് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇത് കേക്ക് മൊത്തത്തിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡിലും മുകൾ ഭാഗത്തും എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രീമാക്കി ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. സൈഡ്സിലൊക്കെ നന്നായിട്ട് ക്രീം തേച്ച് ഇതൊന്ന് കവർ ചെയ്യാം. ഇപ്പോൾ ഞാനിത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഫുള്ള് കവർ ചെയ്ത ശേഷം ഇപ്പോൾ ഇത് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ബൗൾ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് ചോക്ലേറ്റും ഇതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റുമാണ് ഞാൻ എടുക്കുന്നത്. ചോക്ലേറ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. ഞാൻ ഇതേപോലെ തന്നെ ബ്ലാക്ക് ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്.
ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബോട്ടിൽ വെച്ച് അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ കേക്കിനി മാറ്റി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കേക്ക് എടുത്ത് ഈ പ്ലേറ്റിൻ്റെ പുറം ഭാഗത്തായിട്ട് വെക്കുക. ശ്രദ്ധയോടെ എടുക്കുക, തെന്നിപ്പോകരുത്. അപ്പം ഞാൻ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ മെൽട്ടായി പോകും. ഇനി ഇത് ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. സൈഡിലേക്കൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്ലാക്ക് ചോക്ലേറ്റ്. അത് ഞാൻ ഇങ്ങനെ ഇതുപോലെ ചുമ്മാ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ഭാഗത്തും ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചതുപോലെയല്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കൈവച്ച് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രം എടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ദിവസം തന്നെ ഫുള്ള് വെക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ 8 മണിക്കൂറിന് ശേഷം കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് സെർവ് ചെയ്യാം. ലെയേഴ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.